ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാമ്പഴം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൽ പഞ്ചസാരയൊക്കെ കുറവാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഓവനും വേണ്ട, മൈദയും ഗോതമ്പ് മാവും ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് മുട്ടയൊന്നും ചേർക്കാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ റവയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. റവ നല്ല തരി ഉണ്ടാവും, അപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. വറുക്കാത്ത ആയാലും അല്ലെങ്കിൽ വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല. $250 അളവ് കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ മാങ്ങയും പഞ്ചസാരയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല വലിപ്പമുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര കുറച്ച് മാത്രം ചേർത്താൽ മതി. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും, ഒരുപാട് അങ്ങ് മധുരം ഉണ്ടാവില്ല. അപ്പോൾ പഞ്ചസാരയും മാങ്ങയും നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഈ റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മധുരവും നല്ല കളറും ഉള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്കിനി 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ 1 കപ്പോളം പാല് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ വലുപ്പം അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. മൊത്തത്തിൽ പാൽ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. കുറേശ്ശെ 1/2 കപ്പ് ആദ്യം ചേർത്ത് പിന്നെ 1/4 കപ്പ് അങ്ങനെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ടും വെച്ച് കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പാലൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പാലെടുക്കുമ്പോൾ തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് ചൂട് പോയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ തണുപ്പ് പോയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വാനില പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 നുള്ളു ഉപ്പും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പാൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ അധികത്തിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ വെച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് കുറച്ച് ഉയരത്തിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കൂടുതലായിട്ട് ഒരു 3/4 ഭാഗത്തോളം ബാറ്റർ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു ഹോള് ഞാൻ ഒരു ടിഷ്യൂ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും ചൂട് പുറത്തു പോകാതിരിക്കാനാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് ഇത്രയും നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ അത്യാവശ്യം നല്ല കളറായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലപോലെ തണുത്തിട്ട് വേണം ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ തണുത്തിട്ട് വേണം കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഒന്ന് കുറച്ച് ബ്രൗൺ കളർ ആയിട്ടുള്ളത് മോൻ ഇടയ്ക്ക് വന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യുക. പിന്നെ ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്